ഹലോ ഫ്രണ്ട്സ്, അകലി ലേറ്റസ്റ്റ് റിവ്യൂ. രുക്മിണിയും രമ്യയും കൂടെ ഹരീഷിൻ്റെ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ യാത്ര ചെയ്യുവാണ്. ഹരീഷാണെങ്കിൽ അമ്മയും രമ്യയും തന്നെ തിരിച്ചറിഞ്ഞില്ലല്ലോ, അതുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ ഹരീഷ് ഇങ്ങനെ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരിക്കുവാണ്. രുക്മിണി രമ്യയോട് പറയുന്നു, ഈ ഓട്ടോയിലൊന്നും കയറി നടുകളയേണ്ട ഒരു കാര്യമില്ലായിരുന്നു. എന്ത് ചെയ്യാനാ, ഒരു കാർ ഉണ്ടായിരുന്നു, ഓടിക്കാൻ അറിയാൻ വയ്യാത്തതുകൊണ്ട് അതങ്ങ് വിറ്റില്ലേ. എന്നിട്ട് അച്ഛൻ്റെ വഴിക്കും പോയി. ഒരു മകനുണ്ടായിരുന്നത് മകൻ്റെ പാട്ടിനും പോയി. ആരുണ്ട് നമുക്കൊരു സഹായത്തിന്? ഒടുവിൽ നീയും ഞാനും മാത്രമായി. എന്ത് ചെയ്യാനാ, സ്നേഹിച്ചും ലാളിച്ചും വളർത്തിയതല്ലേ, പോയില്ലേ ഒരു പോക്കങ്ങ്. രുക്മിണി അങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് രമ്യ പറയാൻ, എന്തൊക്കെയായാലും അവൻ വാക്കിന് വ്യവസ്ഥയുള്ളവനാമ്മേ. അവൻ അവളെ ചതിച്ചില്ലല്ലോ. എല്ലാ എതിർപ്പുകളെയും വകവെക്കാതെ അവൻ താലി കെട്ടി കൂടെ കൊണ്ടുപോയി താമസിപ്പിക്കുന്നില്ലേ. അത് കേട്ടിട്ട് രുക്മിണിക്ക് ദേഷ്യം വരുക. പിന്നെ പെറ്റ തള്ളയും കൂടപ്പറപ്പിനെയൊക്കെ മറന്നിട്ട് കെട്ടിയ പെണ്ണിനെയും കൊണ്ടുപോയി താമസിപ്പിക്കുന്നതാണോ വലിയ ആണത്തം? എന്ത് അനുസരണയുള്ളൊരു മോനായിരുന്നു. ആ അലവലാതി കൂട്ടം എൻ്റെ മോനെ വളച്ചെടുത്തതാ. എന്ത് നല്ല സ്വഭാവമായിരുന്നു എൻ്റെ പൊന്നുമോന്. അമ്മയുടെയും അവൻ്റെ ചേച്ചിയുടെയും മുഖത്തല്ലാതെ വേറൊരു പെണ്ണിൻ്റെ മുഖത്ത് നോക്കത്തില്ലായിരുന്നു. ഇതൊക്കെ ഹരീഷ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുവാണ്. എന്ത് ചെയ്യാനാ, ഒരുമ്പെട്ടവള് കയ്യും കാലും കാണിച്ച് എൻ്റെ കുഞ്ഞിനെ വശീകരിച്ചങ്ങ് എടുത്തില്ലേ. അയ്യോ, എൻ്റെ അമ്മയെ ഒന്ന് പതുക്കെ പറയമ്മേ, ആ ഓട്ടോക്കാരൻ കേൾക്കും. അയാൾ അതൊന്നും ശ്രദ്ധിക്കത്തൊന്നും ഇല്ല മോളെ. അല്ലെങ്കിൽ ഇനി കേട്ടാൽ എനിക്കെന്താ, ഞാൻ ചീത്തയൊന്നും പറഞ്ഞില്ലല്ലോ. ആറ്റുനോറ്റ് വളർത്തിയ ഒരു മകനെ നഷ്ടപ്പെട്ട സങ്കടമല്ലേ ഞാൻ പറഞ്ഞോളൂ. ഒരമ്മയുടെ വേദന എന്താണെന്ന് അറിയണമെങ്കിലേ എൻ്റെ മോളെ നീയും ഒരമ്മയാകണം. അങ്ങനെ രുക്മിണിയുടെ വീടിൻ്റെ വാതിലെത്തിയപ്പോൾ ഹരീഷ് അവിടെ ഓട്ടോ നിർത്തുവാണ്. രുക്മിണി പറയുന്നു, അല്ല, ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ തന്നെ കൃത്യമായിട്ട് കൊണ്ടുവന്ന് ഓട്ടോ നിർത്തിയല്ലോ. അത് കണ്ടിട്ട് രമ്യ പറയാം, ഈ ഓട്ടോക്കാരനെ നമ്മുടെ വീട് അറിയാമായിരിക്കും. രുക്മിണി എന്നിട്ട് ചോദിക്കുന്നു, എത്ര രൂപയായി? ഹരീഷ് ഒന്നും മിണ്ടുന്നില്ല. രമ്യ നോക്കുമ്പോൾ ഹരീഷാണ്. ഹരീഷ്, നീ വീണ്ടും ഓട്ടോ ഓടിക്കുവാണ്. പിന്നെ എന്ത് ചെയ്യാനാ, വേറൊരു പണിയും എനിക്ക് കിട്ടത്തില്ലല്ലോ. എൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം ഇവിടെ ഉള്ളവരെല്ലാവരും ചേർന്ന് കത്തിച്ച് കളഞ്ഞില്ലേ. അത് കണ്ടിട്ട് രുക്മിണി പറയാം, എൻ്റെ പൊന്നുമോനെ ഹരീഷേ, നീ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടവനല്ലടാ. ഇല്ലമ്മേ, എനിക്കിതൊരു കഷ്ടപ്പാടായിട്ട് തോന്നുന്നില്ലമ്മേ എന്ന് ഹരീഷും പറയുന്നുണ്ട്. എന്നാൽ എൻ്റെ മോനെ, നീ ഇങ്ങനെ ഓട്ടോ ഓടിച്ച് നടക്കുന്നത് നമ്മുടെ കുടുംബത്തിന് നാണക്കേടല്ലേ. അത് കേട്ടിട്ട് ഹരീഷ് പറയാം, എൻ്റെ അമ്മയെ ബ്ലേഡ് കമ്പനിയേക്കാളും അന്തസ്സുള്ള പണിയാണ് അമ്മ ഈ ഓട്ടോ ഓടിക്കുന്നത്. എൻ്റെ സ്വത്തുക്കളെല്ലാം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളതാ മക്കളെ. മോനിനി എങ്ങും പോകണ്ട, മോനിനി വീട്ടിലോട്ട് പോരെ. ഞാൻ വീട്ടിലോട്ട് വന്നാൽ അമ്മ എന്നെ സ്വീകരിക്കുമോ? അതിനെന്താ, എൻ്റെ മോനെ അമ്മ സ്വീകരിക്കും. പക്ഷേ നിൻ്റെ കൂടെ ഒരു പെണ്ണില്ലേ, ആ രാജുവിൻ്റെ പെങ്ങള്, അവളെ ഉപേക്ഷിച്ചിട്ട് വേണം മോൻ വരാൻ. അമ്മേ, അതിന് ഞാൻ അവളെ ഉപേക്ഷിക്കാനല്ലല്ലോ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിയത്. ശ്രീലക്ഷ്മി എൻ്റെ ഭാര്യയാണ്. അവളെ ഞാൻ മറക്കണമെങ്കിലേ ഞാൻ മരിക്കണം. അമ്മയെപ്പോലെ അല്ലമ്മേ ഞാൻ. വെറും ഒരു കറിവേപ്പില എടുത്ത് കളയുന്ന പോലെ അമ്മയ്ക്ക് അച്ഛനെ ഉപേക്ഷിക്കാൻ പറ്റും, പക്ഷെ എനിക്കങ്ങനെ കഴിയില്ല. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിന് അമ്മ അത്രയ്ക്കൊക്കെ വില നൽകുന്നുള്ളൂ. എന്നാൽ ഞാനും എൻ്റെ ഭാര്യ ശ്രീയും അങ്ങനെയല്ല. ഒരു പിണക്കം വന്നാൽ ഒരു സന്ധ്യ വരെ, അതിനപ്പുറം ഞങ്ങളത് നീട്ടിക്കൊണ്ട് പോവില്ല. അതാണമ്മേ വിവാഹ ജീവിതം. അമ്മയ്ക്കത് മനസ്സിലാവുമോ എന്തോ. ഞാനിനി നിൽക്കുന്നില്ല, ഞാൻ പോവുക എന്ന് പറയുമ്പോൾ രമ്യ രുക്മിണിയോട് പറയുന്നു, അമ്മേ പൈസ കൊടുക്ക്. പെട്ടെന്ന് രുക്മിണി പൈസ എടുത്ത്, ഇന്നാ മോനെ പൈസ എന്ന് പറയുമ്പോൾ ഹരീഷ് ആ പൈസ വാങ്ങിക്കാതെ ഹരീഷ് ഓട്ടോറിക്ഷ ഓടിച്ചങ്ങ് പോവുകയാണ്. രുക്മിണി വിളിച്ചിട്ട് ഒന്നും ഹരീഷ് അകത്തോട്ട് പോലും കയറിയില്ലല്ലോ. ആ വിഷമത്തിൽ നിൽക്കുവാണ് രുക്മിണിയും രമ്യയും കൂടെ. പ്രിയയും രാധമ്മയും കൂടി ഇന്ന് പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുക. പ്രിയ പറയുക, എന്തൊക്കെ പറഞ്ഞാലും രമ്യയെക്കാളും നല്ലവള് തന്നെ ഋതിക. അത് മാത്രമല്ല, എത്ര നല്ല പെരുമാറ്റമാണ്. ഈ രമ്യ ആരാ, ഋതിക ആരാ? അങ്ങ് കൊച്ചി മുതൽ ഇങ്ങനെ നീണ്ടു കിടക്കുമല്ലേ ഋതികയുടെ സ്വത്തുക്കൾ. ഇത്രയ്ക്കൊക്കെ കോടീശ്വരിയായിട്ടും അതിൻ്റെ എന്തെങ്കിലും ഒരു ഭാവം ആ കൊച്ചിനുണ്ടോ? പ്രിയ ഇങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് രാധമ്മ പ്രിയ ഒന്ന് നോക്കിയിട്ട് പറയുന്നു, എത്ര പെട്ടെന്നാടി നിൻ്റെയൊക്കെ ഈ അഭിപ്രായം മാറുന്നത്. ഇവിടുന്ന് കോലത്തേക്ക് പോകുന്നത് വരെ അങ്ങ് രമ്യസ്തുതിയായിരുന്നു. കോലവും പണമൊക്കെ കണ്ടപ്പോഴേ അവിടെ കണ്ണ് മഞ്ഞളിച്ചു പോയി. പെട്ടെന്നങ്ങ് കാല് മാറി. ഞാൻ കാല് മാറിയൊന്നും അല്ലമ്മേ. ഞാൻ എപ്പോഴും രമ്യയുടെയും അമ്മയുടെയും പക്ഷത്ത് തന്നെയാ. എൻ്റെ ഭാഗത്തൊന്നും ആരും നിൽക്കണ്ട, ന്യായത്തിൻ്റെ ഭാഗത്ത് മാത്രം നിന്നാൽ മതി എന്ന് രാധമ്മ പ്രിയയോട് പറയുവാണ്. അപ്പം നമ്മുടെ വേണുവേട്ടൻ അങ്ങോട്ട് വരുവാണ്. വേണുവേട്ടൻ വന്നിട്ട് പ്രിയയോട് ചോദിക്കുന്നു, എടിമോളെ, നിൻ്റെ പൊന്നുപോലത്തെ അമ്മായിയമ്മയും തങ്കപ്പെട്ട ഭർത്താവിനെയും കാണുന്നില്ലല്ലോ. രണ്ടും കൂടെ എവിടെ പോയതാ? ആർക്കറിയാം എവിടെ പോയതാന്ന്. എൻ്റെ അമ്മായിയമ്മ എന്ത് ചോദിച്ചാലും ഒരു നേരും പറയത്തില്ലച്ചാ. നിന്റെ അമ്മായിയമ്മ മാത്രമല്ല മോളെ, നിന്റെ ഭർത്താവും നേര് പറയത്തില്ല. എന്തായാലും അമ്മയും മോനെ ഒരു ചരടിൽ തന്നെ കെട്ട. അപ്പോഴങ്ങോട്ട് രാജുവും ഋതികയും വരുന്നുണ്ട്. വേണുവട്ടം പറയുന്നത്, ദാണ്ട പിള്ളേർ വന്നല്ലോ. ഇതുവരെ നിന്റെ അമ്മയുടെ മുഖത്ത് നല്ല നിലാവായിരുന്നു. ഋതുമോൾ ഇങ്ങോട്ട് കാലെടുത്ത് വെച്ചത് നിന്റെ അമ്മയുടെ മുഖത്തെ നിലാവങ്ങ് പോയി. അത് കേട്ടിട്ട് രാധമ്മ ദേഷ്യത്തോടെ പറയാ, എൻ്റെ മനസ്സിലുള്ളതേ എൻ്റെ മുഖത്ത് കാണും. എനിക്ക് കള്ളത്തരം കാണിച്ച് ചിരിക്കാനൊന്നും എനിക്കറിയത്തില്ല. അയ്യോ വേണ്ടായേ, മുഖം ഇങ്ങനെ കനത്തിന് പിടിച്ച് അങ്ങനെ തന്നെ അങ്ങിരുന്നോ.
മക്കളെ, നിങ്ങൾ നേരത്തെ അവിടുന്ന് പോന്നോ? രാജു പറയുന്നു, അച്ഛാ നിങ്ങൾ പോന്നതിന് ശേഷം അധിക നേരം ഒന്നും ഞങ്ങൾ അവിടെ നിന്നില്ല. മോനെ, അപ്പോഴവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ? മറ്റു കാര്യങ്ങളൊക്കെ പഴയതുപോലെ തന്നെ അച്ഛാ. എല്ലാം കുറുപ്പങ്കലിനെ ഏൽപ്പിച്ചു. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാനും പറഞ്ഞു. അത് കേട്ടിട്ട് വേണുവേട്ടൻ പറയുന്നുണ്ട്, കുറുപ്പ് നല്ലവനാ, സത്യസന്ധനുമാ, കാര്യപ്രാപ്തി ഉള്ളവനാ, അവനെല്ലാം നോക്കിക്കോളും. രാജുവിനെ ഋതികയെ കണ്ടിട്ട് രാധമ്മയുടെ മുഖം ഇങ്ങനെ വീർത്ത് കെട്ടി ഇരിക്കുന്നത് കണ്ടുകൊണ്ട് രാജു വേണുവേട്ടനോട് ചോദിക്കുന്നു, ഇവിടുത്തെ കാലാവസ്ഥ ഇപ്പോൾ എങ്ങനെയാച്ചാ? പഴയതുപോലൊക്കെ തന്നെയാണോ? അത് കേട്ടിട്ട് നമ്മുടെ വേണുവേട്ടൻ കുറച്ച് തമാശ ഭാവത്തിലാണ് പറയുന്നത്, ആകാശം മേഘാവൃതമാണ്, ഇടയ്ക്കിടയ്ക്ക് നല്ല കാറ്റ് വീശുന്നുണ്ട്. അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നതിനാൽ ശക്തമായ ചുഴലിക്കാറ്റോടുകൂടി മഴ തകർത്ത് പെയ്യാൻ സാധ്യതയുണ്ട്. വേണുവേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് ചിരിച്ചോണ്ടിരിക്കുവാണ് പ്രിയ. അത് കണ്ടിട്ട് തീരെ ഇഷ്ടപ്പെടാത്ത ഭാവത്തിൽ രാധമ്മ പെട്ടെന്ന് ദേഷ്യത്തോടെ അകത്തോട്ട് കയറിയും പോവുകയാണ്. അത് കണ്ടോണ്ട് വേണുവേട്ടൻ പറയാം, എടാ മോനെ, അവള് വെറും ശുദ്ധ പാവവാടാ, അതിര് വിട്ടൊന്നും പറയരുത്, എല്ലാം പതുക്കെ പതുക്കെ അങ്ങ് മാറിക്കോളും. അവൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. എടി പ്രിയെ, എനിക്ക് കുറച്ച് വെള്ളം എടുത്തോണ്ടതാ, എനിക്ക് ഭയങ്കര ദാഹമുണ്ട്. പ്രിയ വെള്ളമെടുക്കാനായിട്ട് പോകുമ്പോൾ വേണുവേട്ടനും പുറകെ പോകുന്നുണ്ട്. രാജു ഋതികയോട് ചോദിക്കുന്നു, മേഡം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മീര എന്ന പേര് മാറ്റിയാണ് പത്മാവതി മേഡം മകളെ കണ്ടിരുന്നത്. എന്തുകൊണ്ടാണ് താൻ അവളുടെ അമ്മയാണെന്ന് പത്മാവതി മേഡം മറച്ചു വെച്ചത്? എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ചില മിസ്റ്റേക്കുകൾ കാണുന്നുണ്ട് മേഡം. അല്ല, രാജു എന്തായി പറഞ്ഞു വരുന്നത്? എൻ്റെ അച്ഛന് ചില കാര്യങ്ങളൊക്കെ അറിയാമെന്ന് തോന്നുന്നുണ്ട് മേഡം. നമുക്ക് പത്മാവതി മേഡത്തെക്കുറിച്ച് എൻ്റെ അച്ഛനോട് ചോദിച്ചറിഞ്ഞാലോ? അത് തൽക്കാലം വേണ്ട രാജു എന്ന് ഋതിക പറയുവാണ്. അത് കേട്ടിട്ട് രാജു പറയും, ഓ ശരി, മേഡം പറഞ്ഞാൽ പിന്നെ അതിനകത്ത് അപ്പീലില്ലല്ലോ എനിക്ക്. രാജു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എൻ്റെ ഒരു റിക്വസ്റ്റാണ് രാജു. അയ്യോ, എന്താണാവോ ആ റിക്വസ്റ്റ്? രാജുവിൻ്റെ ഈ മേഡം എന്നുള്ള വിളി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്നാലേ ഞാനൊരു നല്ല മുഹൂർത്തം നോക്കട്ടെ, എന്നിട്ട് ഈ വിളി മാറ്റാം എന്ന് രാജു പറയുവാണ്. രാജു എന്നെ വെറും ഋതു എന്ന് വിളിച്ചാൽ മതി. വെറും ഋതുവോ? അയ്യേ, അതെന്തൊരു പേര്, ഞാനങ്ങനൊന്നും വിളിക്കത്തില്ല. വേണ്ട രാജു, കളിയാക്കല്ലേ രാജു. ഇല്ല, മേഡത്തിൻ്റെ അപേക്ഷ ഞാൻ എൻ്റെ ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നു. എന്തായാലും ഷുവറായിട്ട് ഇതിനുള്ള മറുപടി ഞാൻ അടുത്ത ദിവസം തന്നെ തന്നിരിക്കും. അങ്ങനെ രാജു ഒരുമാതിരി ദേഷ്യവും തമാശയും കലർന്ന ഭാവത്തിൽ പറഞ്ഞിട്ട് അകത്തോട്ട് പോവാണ്. ഋതികയും പുറകെ പോകുന്നുണ്ട്. ഈ സമയം ജയനും സുശീലിനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ജയൻ പറയുക, ആകെ പോയളിയ, എല്ലാം തകർന്ന്. എന്താടാ നീ പറയുന്നത്? നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതേ പട്ടി കട്ടുകൊണ്ട് പോയതുപോലെ ആയിപ്പോയി. ജയൻ പറയുന്ന ഒന്നും സുശീലന് മനസ്സിലായില്ല. എടാ നീ എന്തുവാ പറയുന്നത്? ഒന്ന് വ്യക്തമായിട്ട് പറയടാ. എടാ, ആ തള്ള വന്ന് എൻ്റെ ഓഫീസ് കയ്യേറിയടാ. ഏത് തള്ളയുടെ കാര്യമാടാ ജയ നീ പറയുന്നത്? ഏത് തള്ളയാകാനാ? എൻ്റെ പെറ്റ തള്ള തന്നെ, കൊച്ചമ്മണി. ഓ, ഇപ്പൊ കൊച്ചമ്മണി അല്ല, രാജേശ്വരി വർമ്മ. അത് കേട്ടിട്ട് സുശീലൻ പറയുന്നു, എടാ എന്തായാലും നിന്നെ പ്രസവിച്ച തള്ളയല്ലേ. എടാ, വയറ്റിലൊരു മുഴ വന്നാൽ അത് ഓപ്പറേഷൻ ചെയ്ത് കളയത്തില്ലേ? അതുപോലെ മാത്രമേ ഉള്ളടാ സുശീല എനിക്ക് എൻ്റെ അമ്മയെ ഓപ്പറേഷൻ ചെയ്ത് മുഴ കളഞ്ഞ പോലെയുള്ളു അവരെന്നെ പ്രസവിച്ച് കളഞ്ഞത്. അവരെന്നെ ഒരു മകനായിട്ടൊന്നും കണ്ടിട്ടില്ലടാ സുശീല, ഞാൻ വെറും ഒരു മുഴ മാത്രമാണ്. അല്ലടാ ജയ, അവർ ഓഫീസിൽ വന്നിട്ട് എന്ത് കാണിച്ചെന്നാ നീ പറയുന്നത്? എൻ്റെ അമ്മ ചെയ്ത കൊടും ചതി എന്താണെന്ന് നിനക്ക് അറിയണോ? അമ്മ ദിലീപ് സാറിനെയും തരുൺ സാറിനെയും വിളിച്ച് ഓഫീസിലോട്ട് വരുത്തിയിട്ടേ ഇനി വരുന്ന കമ്മീഷനെല്ലാം അമ്മയുടെ അക്കൗണ്ടിലോട്ടാക്കി. ജയൻ അങ്ങനെ പറഞ്ഞതും സുശീലൻ്റെ നല്ല ജീവനങ്ങ് പോയി. അയ്യോ, ചതിച്ചല്ലോടാ ജയ എന്ന് പറയുവാണ് സുശീലൻ. എൻ്റെ അളിയ, ഇതിപ്പൊരു ചതി ഇനി പറ്റാനില്ലളിയ. സുശീലന് വീണ്ടും സംശയം. എടാ ജയ, അവരാ കമ്മീഷൻ മുഴുവനും ഒറ്റയ്ക്കങ്ങ് എടുക്കുവോ? എനിക്കും നിനക്കും കുറേശ്ശെ തരുത്തില്ലേ? അത് കേട്ടിട്ട് ജയം പറയുന്നു, എടാ സുശീല, നീ ഈ കളത്തിലുള്ള കാര്യം എൻ്റെ അമ്മയ്ക്ക് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് നിനക്കൊന്നും തരില്ല. എനിക്ക് വേണമെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും നക്കാപ്പിച്ച് തന്നേക്കും. അവരൊരു ഭയങ്കര തള്ളയാടാ. എന്ത് ചെയ്യാനാ? എൻ്റെ അച്ഛന് കിട്ടിയ ഒരു വെള്ളിടിയാടാ എൻ്റെ അമ്മ. ഇനി നമ്മൾ എന്ത് ചെയ്യുവടാ സുശീല? നിനക്ക് പിന്നാണെങ്കിൽ നിൻ്റെ അമ്മയാണെന്നെങ്കിലും പറഞ്ഞെങ്കിലും സമാധാനപ്പെടാമല്ലോ. ഇതിനൊക്കെ വേണ്ടി വളരെ കഷ്ടപ്പെട്ട എൻ്റെ വിധി എന്തായെന്ന് നീ ഒന്ന് പറ. എങ്കിലും ഇതൊരു വല്ലാത്ത കൊലച്ചതിയായി പോയല്ലോടാ ജയ. നമുക്ക് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നോക്കിയാലോ? എടാ സുശീല, അങ്ങനെ പറഞ്ഞാൽ ജയിലിൽ പോകുന്നത് ഞാനല്ലയോ? അങ്ങനെയല്ലടാ, ഈ തട്ടിപ്പിൽ അമ്മയും പങ്കാളി ആയതുകൊണ്ട് അമ്മയാണ് കൂടുതലും കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു നോക്ക്. എടാ സുശീല, നീ ആരെക്കുറിച്ചാണ് പറയുന്നത്? എൻ്റെ അമ്മ കൊച്ചമ്മണിയെക്കുറിച്ചാണോ? അവർക്കിതിനൊന്നും ഒരു പേടിയില്ല. അട്ടക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ ചെന്നേച്ച് അവിടുത്തെ സെലിബ്രിറ്റി ആയിട്ട് മാറും. സുശീലനാകെ തകർന്നു നിൽക്കുക. എടാ, നിനക്ക് നിൻ്റെ അമ്മയെക്കാളും വലിയ വേലകളൊക്കെ അറിയാവുന്നതല്ലേടാ? നീ എന്തെങ്കിലും ഒന്ന് ആലോചിക്കടാ. നമ്മൾ ഈ ചെയ്ത പണിക്ക് കൂലി എനിക്കും നിനക്കും കിട്ടിയല്ലേ പറ്റൂ. അംബിക ഇങ്ങനെ വലിയ ടെൻഷനിലും വിഷമത്തിലും ഇരിക്കുക. ആ ടെൻഷൻ കണ്ടോണ്ട് ദീപക്ക് ചോദിക്കുന്നു, അമ്മ എന്തോ ഈ പറഞ്ഞു വരുന്നത്? നമുക്കെതിരെ കാറ്റൊക്കെ വീശി തുടങ്ങി മോനെ. ഓർക്കാപ്പുറത്തുള്ള ആ സ്ത്രീയുടെ വരവോടുകൂടി എൻ്റെ എല്ലാ മനക്കോട്ടകളും തകർന്നു.
മകളുടെ ജീവിതം ഞാൻ തകർത്തു വിട്ട് അമ്മ കൽക്കട്ടയിലേക്കും പോയി. ഇനി ഒരിക്കലും ഇവർ തിരികെ വരില്ലെന്നാ ഞാൻ കരുതിയിരുന്നത്. എന്ത് ചെയ്യാനാ മോനെ, എല്ലാം ഒന്നൊന്നായിട്ട് കൈവിട്ട് പോവുകയാണല്ലോ. ഇത്രയും നാൾ എൻ്റെ ചങ്ങലയിൽ കിടന്ന പ്രതാപനും ആ ചങ്ങല പൊട്ടിച്ച് പുറത്തോട്ട് പോകുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഇങ്ങനെ പോയാൽ നമ്മളിനി എന്ത് ചെയ്യുമമ്മേ? അതാടാ ആലോചിച്ചിട്ട് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലടാ മോനെ. ഇവിടെ എന്തൊക്കെയോ ചർച്ചകളും തീരുമാനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ എന്താണെന്നൊന്നും എനിക്കിട്ട് അറിയാനും പറ്റുന്നില്ല. ഒരു ചർച്ചയിലും എന്നെയോട്ട് പങ്കെടുപ്പിക്കുന്നതുമില്ല. ഇതിനു മുമ്പ് എന്ത് കാര്യം ഉണ്ടായാലും പ്രതാപൻ എന്നോട് ഡിസ്കസ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ പ്രതാപൻ പോലും എന്നോട് ഒന്നും പറയുന്നില്ല. ഞാൻ ആലോചിച്ചിട്ട് ഒന്നേ കാണുന്നുള്ളൂ, ഇവിടെ ഉള്ളവരുടെ എല്ലാവരുടെയും മനസ്സ് തകർക്കുന്ന പോലൊരു സംഭവം ഉണ്ടാകണം. അതെന്താമ്മ ചെയ്യേണ്ടത്? അതെന്താന്ന് വെച്ചാൽ നമ്മൾ ആലോചിച്ച് തന്നെ ചെയ്യണം. എല്ലാവരെയും തകർക്കുന്ന പോലെ ഒരു ബോംബ് ഇവിടെ വീഴണം. എന്നാൽ മാത്രമേ നമുക്കിവിടെ രക്ഷയുള്ളൂ മോനെ. സരസ്വതിയമ്മ കുറച്ച് ഫയലൊക്കെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുവാണ്. സരസ്വതിയമ്മയുടെ അടുത്തോട്ട് പ്രതാപൻ വരുന്നുണ്ട്. വന്നിട്ട് ചോദിക്കുന്നു, അമ്മ എന്തിനാണ് എന്നെ വിളിച്ചത്? പ്രതാപൻ ഇങ്ങോട്ട് വാ, ഇവിടെ വന്നൊന്ന് ഇരിക്കി. ഞാൻ പ്രതാപനെ വിളിപ്പിച്ചതേ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ. മനുഷ്യരുടെ കാര്യമാ. ഒരു മരണവുമായി നമ്മൾ ഏറെ കടപ്പെട്ടിരിക്കുന്ന കാരണം കൊണ്ട് നിഴൽ പോലെ നടക്കുന്ന കക്ഷിയെ നമ്മൾ പേടിച്ചേ പറ്റൂ. സരസ്വതിയമ്മ പറയുന്നതൊന്നും മനസ്സിലാകാതെ പ്രതാപൻ ചോദിക്കുന്നു, അമ്മ എന്തൊക്കെയായി പറയുന്നത്? അത് പ്രതാപ ഞാൻ പറഞ്ഞു വരുന്നത്, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് ചെയ്തില്ലെങ്കിലേ ജീവിച്ചിരിക്കുന്നവരാ പിന്നെ അതിൻ്റെ പേരിൽ വിഷമിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ വക്കീലിനെ വിളിച്ചു വരുത്തി ഇതൊക്കെ ചെയ്തത്. സരസ്വതിയമ്മയുടെ കയ്യിലിരിക്കുന്ന ഫയൽ കണ്ടുകൊണ്ട് പ്രതാപൻ ചോദിക്കുന്നു, ഇതെന്താ അമ്മേ? ഇത് എൻ്റേതായ എല്ലാ സ്വത്തുക്കളുടെയും ഒരു കൈമാറ്റ രേഖയാണ്, എൻ്റെ വിൽപത്രം. അത് കേട്ടിട്ട് പ്രതാപൻ ചോദിക്കുന്നു, എന്തിനാമ്മ ഇതൊക്കെ ഇപ്പോഴേ? അതിൻ്റെ ആവശ്യമുണ്ടോ? പ്രതാപ, ഇതിനുള്ള മറുപടി ഞാൻ തുടക്കത്തിലേ പറഞ്ഞു കഴിഞ്ഞു. ഒരു 5 മിനിറ്റ് അപ്പുറത്തേക്ക് നമ്മൾ ജീവിച്ചിരിക്കുമെന്ന് എന്തെങ്കിലും ഉറപ്പ് പറയാൻ പറ്റുമോ? മണ്ണിനും പെണ്ണിനും വേണ്ടി മനുഷ്യനെ അരിഞ്ഞു വീഴ്ത്തുന്ന കാലമാണിത്. നമുക്ക് ചുറ്റും അവിടെയും ഇവിടെയും ശത്രുക്കൾ അവസരം നോക്കിയിരിക്കുവാണ്. അതുകൊണ്ട് തന്നെയാണ് തറവാട്ടിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ തന്നെ ഞാൻ ഈ വിൽപത്രം തയ്യാറാക്കിയത്. വേണ്ട, പ്രതാപൻ ഇതൊന്ന് വായിച്ചു നോക്ക്. അതൊന്നും വേണ്ടമ്മേ, അമ്മ പറഞ്ഞാൽ മാത്രം മതി. അത് പ്രതാപ, സൂര്യമംഗലം തറവാട് ഉൾപ്പെടെ എൻ്റെ എല്ലാ സ്വത്തുക്കളും ഞാൻ എൻ്റെ ഋതുമോളുടെ പേരിൽ എഴുതി വെച്ചു. അത് ഇത്ര എളുപ്പം തന്നെ വേണമായിരുന്നോ എന്നുള്ള സംശയമേ എനിക്കുള്ളമ്മേ. അതിനി ഒരു സംശയം വേണ്ട പ്രതാപ. കഴിഞ്ഞ ദിവസം എൻ്റെ മനസ്സ് പറഞ്ഞു അതിനി വെച്ച് താമസിക്കാതെ ഉടനെ തന്നെ എഴുതി വെക്കണമെന്ന്. ഈ വിൽപത്രത്തിൽ ഞാൻ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതിലെഴുതിയേക്കുന്ന പോലെ തന്നെ പ്രതാപൻ എല്ലാം ഫോളോ ചെയ്യണം. കോടികളുടെ മുതലുകൾ ഉള്ളതായതുകൊണ്ട് ഋതുമോളുടെയും രാജുവിൻ്റെയും അല്ലാതെ മറ്റൊരു കണ്ണും ഇതിൽ പതിയാൻ പാടില്ല. ഞാൻ പറയാതെ പറയുന്ന ചില പൊരുളുകളൊക്കെ പ്രതാപന് പറയാതെ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ. എനിക്ക് മനസ്സിലാകുന്നുണ്ടമ്മേ എന്ന് പ്രതാപനും പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ഒരേ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളമ്മേ സംശയം. അതെന്ത് കാര്യത്തിലാ പ്രതാപ നിനക്ക് സംശയം എന്നിങ്ങനെ സരസ്വതിയമ്മ ചോദിക്കുമ്പോൾ പ്രതാപൻ പറയുക, ഋതുമോൾ വളരെ ചെറിയ കുട്ടിയല്ലേ അമ്മേ, അവൾക്ക് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള മെച്യൂരിറ്റി ആയിട്ടില്ലല്ലോ. അതിനെന്താ പ്രതാപ, അവളുടെ ഭർത്താവ് രാജു കൂടെ ഉണ്ടല്ലോ. രാജു നല്ല കാര്യപ്രാപ്തിയുള്ളവനാ. അമ്മ പറഞ്ഞ അക്കാര്യം ശരിയാ. രാജുവിന് നല്ല കാര്യപ്രാപ്തിയുള്ള ആള് തന്നെയാ. അതും പോരെങ്കിൽ എൻ്റെയും പ്രതാപൻ്റെയൊക്കെ ഒരു മേൽനോട്ടം ഉണ്ടാവുമല്ലോ. ഇനി ഞാനില്ലെങ്കിലും പ്രതാപൻ്റെ ഒരു ഗൈഡൻസ് ഉണ്ടാവുമല്ലോ അവരുടെ മേല്. രാജുവിനെ ഋതുമോളെക്കുറിച്ച് എനിക്ക് നല്ല പ്രതീക്ഷകളാണ് പ്രതാപ ഉള്ളത്. ശ്രീ പരമേശ്വരനും ശ്രീപാർവതിയും പോലെയാണ് അവർ ഒരുമിച്ച് നിൽക്കുമ്പോൾ സമസ്തവും അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. ഇനി അതിനെക്കുറിച്ചൊന്നും പ്രതാപന് യാതൊരു ആകുലതയും വേണ്ട. ഈ കാര്യങ്ങളൊക്കെ പ്രതാപനോടൊന്ന് പറയാൻ വേണ്ടിയാ ഞാൻ പ്രതാപനെ വിളിപ്പിച്ചത്. എല്ലാം അമ്മയുടെ ഇഷ്ടം പോലെ, അമ്മയുടെ തീരുമാനം പോലെ എല്ലാം നടക്കട്ടെ എന്നും പറഞ്ഞ് സന്തോഷത്തോടെ പ്രതാപൻ സരസ്വതിയമ്മയോട് പറഞ്ഞിട്ട് പോവുകയാണ്. രാജു അവൻ്റെ ബൈക്ക് തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊച്ചമ്മണിയമ്മയ്ക്ക് അത് കണ്ടിട്ട് തീരെ പിടിച്ചില്ല. കൊച്ചമ്മണിയമ്മ രാജുവിനെ ഒന്ന് ചൊറിയാൻ വേണ്ടി ചെന്നിട്ട് ചോദിക്കുക, അല്ല മോനെ, ഈ പാട്ടവണ്ടി തുടച്ചുകൊണ്ട് നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഈ തുരുമ്പ് കൊണ്ടുപോയി വല്ല ആക്രിക്കാർക്ക് കൊടുക്കും മോനെ. ഇത് കണ്ടോണ്ടിരിക്കുന്ന വേണു പറയാൻ, ഈ സ്ത്രീ നേരം വെളുത്ത് അവനെ ചൊറിയാൻ പോവുകയാണല്ലോ. ഇനി രാവിലെ അവൻ്റെ വായിലിരിക്കുന്ന കേട്ട ഈ സ്ത്രീ നടങ്ങത്തുള്ളു. അല്ല രാജു, കടലാസിലെ ഉള്ളെങ്കിലും കോടാനുകോടി രൂപയുടെ കാര്യസ്ഥനല്ലയോ. അമ്മായിയച്ഛനോട് പോയി പറ ഒരു കാറ് മേടിച്ചു തരാന്. കൊച്ചമ്മണിയമ്മയുടെ ഈ പ്രഹസനമൊക്കെ കണ്ടിട്ട് രാജു പറയുക, എൻ്റെ അളിയൻ്റെ അമ്മേ, എനിക്ക് കാറൊന്നും വേണ്ട, ഇതെൻ്റെ ഹൃദയമാണ്. അപ്പോൾ ഋതിക മോളോ? ഋതിക എൻ്റെ ആരാണെന്ന് അളിയൻ്റെ അമ്മയ്ക്ക് അറിയില്ലേ? എൻ്റെ ഈശ്വരാ, ഈ കോടാനുകോടീശ്വരൻ്റെ ഈ പാട്ടവണ്ടി കണ്ടിട്ടേ എനിക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല. വീണ്ടും കൊച്ചമ്മണി ചൊറിയുവാണ്. ഇത് കേട്ടുണ്ട് ജയൻ അങ്ങോട്ട് വന്നിട്ട് പറയാം, തള്ളേ, നിങ്ങൾക്ക് ശരിക്കും തലയ്ക്ക് പ്രാന്തായതുകൊണ്ടാണ് നിങ്ങൾ കിടന്ന് ചിരിക്കുന്നത്. നിങ്ങൾക്ക് അത്രയ്ക്ക് വലിയ ചിരി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ താണ്ട റോഡിലോട്ട് പോയിരുന്നു ചിരിക്കും. രാവിലെ വെറുതെ വന്ന് അളിയനെ ചൊറിയാതെ.
എടാ ഞാനും എൻ്റെ രാജമോനും കൂടെ എന്തെങ്കിലുമൊക്കെ തമാശ പറയുമ്പോഴേ അതിനകത്തൊന്ന് തലയിടാൻ നിന്നോട് ആരാടാ പറഞ്ഞത്? അസ്ഥാനത്ത് വന്ന് അഭിപ്രായം പറയാൻ വന്നാലേ അത് നിനക്ക് തന്നെ നാശമാ. എടാ മോനെ ജയ, എനിക്ക് മേലോട്ട് നോക്കിയാൽ ആകാശം, താഴോട്ട് നോക്കിയാൽ ഭൂമി, വീണിടം വിഷ്ണു ലോകം. അതുകൊണ്ട് എൻ്റെ അടുത്ത് മര്യാദയ്ക്ക് നിന്നോണം. അല്ല ഇതെന്താ രാവിലെ തന്നെ അമ്മയും മോനും കൂടെ യുദ്ധം പ്രഖ്യാപിക്കുവാണോ എന്ന് വേണുവേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വലിയ ദേഷ്യത്തോടെ രാധമ്മ അങ്ങോട്ട് വരുവാണ്. കുറേ നാളായി ഞാൻ ഇതൊക്കെ സഹിക്കാൻ തുടങ്ങിയിട്ട്. അതെ, ഇവിടെ എല്ലാവർക്കും വെച്ച് വിളമ്പാനൊന്നും എന്നെ കൊണ്ടാവില്ല. എനിക്കാകെ 2 കയ്യേ ഉള്ളു. നേരം വെളുത്ത പാതിരാത്രി വരെ ഞാൻ ഒറ്റയ്ക്ക് അടുക്കളയിൽ കിടന്ന് ശ്വാസം മുട്ടുക. ഇവിടെ ഈ വീട്ടിൽ ആരെങ്കിലും ഇതൊക്കെ അറിയുന്നുണ്ടോ? ഇവിടെ ഒരുത്തി ആരാണ്ടൊക്കെ എന്തൊക്കെയോ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു ദിവസം അടുക്കളയിൽ കയറി ഏതാണ്ടൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടി. ഋതികയെ പറയുവാണ് രാധമ്മ. എന്നിട്ട് ഇപ്പോഴാണെങ്കിലോ കോവിലകം കൈ കിട്ടിയപ്പോൾ നട്ടുച്ച വരെ ഉറക്കം. രാധമ്മയുടെ തുള്ളൽ കണ്ടിട്ട് വേണുവേട്ടൻ പ്രിയയോട് ചോദിക്കുന്നു, എന്താ മോളെ പ്രശ്നം? അച്ഛാ, അത് ഋതിക ഇതുവരെ എഴുന്നേറ്റിട്ടില്ല, അതിൻ്റെ ദേഷ്യവാ. രാധമ്മ 2 കൽപ്പിച്ച് ഉറഞ്ഞു തുള്ളുക. ഇതേ ഏത് കുടുംബത്തിൽ നടക്കും? പെണ്ണുങ്ങളിങ്ങനെ ഇതുവരെ കിടന്ന് ഉറങ്ങുന്നത് ശരിയാണോ? ഒരാൾ എഴുന്നേക്കാൻ അല്പം വൈകിപ്പോയി, അതിനിങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നതാണോ ചെയ്യേണ്ടത്? ജനിച്ചത് പെണ്ണായതുകൊണ്ട് കുറച്ചു നേരം കിടന്ന് ഉറങ്ങാൻ പാടില്ലയോ എന്നൊക്കെ രാജു ചോദിക്കുന്നുണ്ട്. അത് കേട്ടിട്ട് രാധമ്മ പറയാം, എനിക്കിവിടെ ആരോടും മിണ്ടാൻ പറ്റില്ലല്ലോ, എല്ലാവരും കൂടെ ഇരച്ച് എൻ്റെ നേരെ വരുമല്ലോ. അത് കേട്ടിട്ട് വേണുവേട്ടൻ പറയുന്നു, ഇവിടെ ആരും നിന്റെ നേരെ വരുന്നില്ല, പക്ഷെ നീ പറയുന്ന കാര്യത്തിനൊരു നീതി ഉണ്ടായിരിക്കണം. ഈ ഒച്ചയും ബഹളപ്പാടും ഒക്കെ കേട്ടിട്ട് ഋതിയെ പേടിച്ച് ഓടി വരുവാണ്. എന്നിട്ട് ഓടി വന്ന് രാധമ്മയോട് പറയുന്നു, ക്ഷമിക്കണം രാധമ്മേ, ഞാൻ കുറച്ചു നേരം ഉറങ്ങിപ്പോയി. ഇന്നലെ തറവാട്ടിലായിരുന്നപ്പോൾ എനിക്ക് ശരിക്കും ഉറങ്ങാൻ പറ്റിയില്ല. ഋതിയെ അങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് ഉടനെ രാധമ്മ പറയുക, നീ ഉറങ്ങിക്കോ 24 മണിക്കൂറും നീ കിടന്നങ്ങ് ഉറങ്ങിക്കോ. ഇതേ വീടല്ലല്ലോ, ഒരു ലോഡ്ജല്ലേ, ഇവിടെ ഇപ്പോൾ ഐശ്വര്യമൊന്നും വേണ്ടല്ലോ. ഓ പിന്നെ ഐശ്വര്യം, ഏതു നേരവും കുടുംബത്തിങ്ങനെ ആർക്കും സ്വസ്ഥത കൊടുക്കാതെ ബഹളം വെച്ചോണ്ടിരിക്കുന്നതാണോ ഐശ്വര്യം എന്ന് വേണുവേട്ടൻ ചോദിക്കുന്നു രാധമ്മയോട്. ഇതെല്ലാം കേട്ട് സഹി കെട്ടി രാജു പറയാ, അമ്മയ്ക്ക് ഞാൻ കെട്ടിക്കൊണ്ടു വന്ന പെണ്ണിനോട് ഇത്രയധികം ശത്രുതയാണെങ്കിൽ അമ്മ അത് തുറന്നു പറയാമേ, ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങ് പോയേക്കാം. രാജു അങ്ങനെ പറഞ്ഞത് കേട്ടത് എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോയി. രാധമ്മയും വിചാരിച്ചില്ല രാജു അങ്ങനെ പറയുമെന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, രാജു ആ പറഞ്ഞ തീരുമാനത്തോടെ എല്ലാവരും യോജിക്കുമോ, അതോ രാധമ്മ സ്വന്തം അഹങ്കാരമൊക്കെ കളഞ്ഞ് രാജുവിനെയും ഋതികയും കൂടെ ചേർക്കുമോ എന്നുള്ളതൊക്കെ അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.